CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പയ്യന്നൂർ MLAയുമായ TA മധുസൂദനെതിരെ ആരോപണവുമായി ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ. 2016 പയ്യന്നൂരിൽ ഏരിയ സെക്രട്ടറി ആയിരിക്കെ ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ തിരിമറി നടത്തിയെന്നാണ് ആരോപണം. CV ധനരാജിന്റെ കുടുംബസഹായത്തിനായി 1 കോടി രൂപയാണ് പിരിച്ചത്. ഇതിൽ 46 ലക്ഷം രൂപ മധുസൂദനൻ വകമാറ്റി ചിലവഴിച്ചു. വിഷയത്തിൽ പാർട്ടിക്ക് തെളിവ് നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. ഓഫീസ് നിർമ്മാണ ഫണ്ടിലും 70 ലക്ഷം രൂപയുടെ തിരിമറി ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഫണ്ടിൽ 1 കോടിയിലേറെ രൂപയുടെ തിരിമറി നടത്തും. വ്യാജ രസീത് ഉണ്ടാക്കി തട്ടിപ്പ് നടത്തി. ഈ വിഷയങ്ങളിൽ തെളിവടക്കം പാർട്ടിയെ ബോധ്യപ്പെടുത്തി. എന്നാൽ നടപടി ഉണ്ടായില്ല. പാർട്ടി പ്രഖ്യാപിച്ച അന്വേഷണ കമ്മീഷൻ തട്ടിപ്പുകാരെ വെള്ളപൂശുകയാണ് ഉണ്ടായതെന്നും കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചു. ഈ 2017 കരിവള്ളൂർ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഈ ധനസഹായം നൽകി അതിൻ്റെ ചെലവ് കണക്കൊക്കെ വരവ് ചെലവ് കണക്കൊക്കെ അവിടെ അവതരിപ്പിച്ചിരുന്നു. അതിനുശേഷം വീട് നിർമ്മാണം പിന്നീടാണ് നടക്കുന്നത്. സമ്മേളന റിപ്പോർട്ടിൽ അവതരിപ്പിച്ച കണക്കിൽ തന്നെ വരവിൽ പിന്നീട് ഇപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 10 ലക്ഷത്തിൻ്റെ കുറവ് ആ വരവിലുണ്ടായി. പിന്നീട് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കണക്ക് 2021 അവതരിപ്പിക്കുന്നത്. അതിലും യഥാർത്ഥ ചെലവിൽ കൂടുതൽ ചെലവ് കാണിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ അതാണ് കണ്ട ഈ രക്തസാക്ഷികൾക്ക് വേണ്ടി ഫണ്ട് പിരിച്ച് അതിൽ നിന്ന് ഒരു നയാ പൈസ പോലും ഒരു പാർട്ടിക്കാരനും വ്യക്തിപരമായി കൈകാര്യം ചെയ്യാൻ സന്നദ്ധമാകാത്തതാണ് ഈ പാർട്ടി. അങ്ങനെയാണ് രക്തസാക്ഷികൾ ഈ പാർട്ടി കാണുന്നത്. പക്ഷേ ഫണ്ടിൽ പോലും കൃത്രിമം കാണിക്കാൻ തയ്യാറായി എന്നതാണ് ഏറെ എന്നെ വേദനിപ്പിച്ച ഒരു കാര്യം. ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി 35 ലക്ഷം രൂപ വകമാറ്റി എന്നതാണ് അവതരിപ്പിച്ച കണക്ക്. അങ്ങനെ വകമാറ്റേണ്ടി വരുമ്പോൾ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ പറഞ്ഞ് കമ്മിറ്റി ചർച്ച ചെയ്ത് കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ പാടുള്ളൂ. പക്ഷെ ഒരിക്കൽ പോലും ഏരിയ കമ്മിറ്റി ഇങ്ങനെ കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് തികയില്ല എന്നും തൽക്കാലം ഈ ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റണം എന്നും ആവശ്യപ്പെടുകയോ ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. ഈ 2021 ഈ കണക്ക് ഏരിയ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ 35 ലക്ഷം ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റിയിട്ടാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് എന്ന് പറയുന്നത് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മനസ്സിലാക്കുന്നത്.